ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു, കാറ്റേ കാറ്റേ വരുമോ. ഈ രാത്രി നിങ്ങളോട് ഒരു പ്രധാന കാര്യം സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് റൂമിലിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ എല്ലാ വെൽക്കം ടു മൈ യൂട്യൂബ് ഫ്രണ്ട്സ്. ഇന്ന് സൺഡേ ആണ്. ഞാൻ കുറച്ച് ചിൽ ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത ഒരു ദിവസമായിരുന്നു. കാരണം എന്നും തിരക്കാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ എൻജോയ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം മീഡിയ ത്രൂ എവിടെയെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇത്തിരി തിരക്കായിരുന്നു ഇന്നലെ. അപ്പോൾ അതെല്ലാം ആ തിരക്കിൽ നിന്നെല്ലാം മാറിയതിന് ശേഷം ഞാൻ എപ്പോഴും പിന്നെ പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പരിസരത്ത് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് നടക്കുന്നത്, എന്തായിരിക്കും ആൾക്കാരുടെ മനോഭാവം, എന്താണ് ഈ ഒരു പുതിയ ജനറേഷനിൽ സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും യങ്സ്റ്റേഴ്സ് ആകട്ടെ അവർ ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നതും 20ഉം 18ഉം വയസ്സുള്ള കുട്ടികളുടെ കൂടെയാണ് എന്ന് മറക്കരുത്. അപ്പോൾ അവരുടെ ഓരോ ചെയ്തികൾ, അവരെന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഈ ഒരു ന്യൂ ജനറേഷൻ ഈ ഒരു സമയത്ത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരെന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ തന്നെ ഇപ്പം ഞാനൊരു യങ്സ്റ്റർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാനൊരു ട്രിപ്പ് പോകുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബോഡി ലാംഗ്വേജ്, അവരെന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെയാണ് ഈ ഒരു പുതിയ തലമുറയിൽ അവരെന്താണ് അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ നേരിൽ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാറുള്ളൂ. അതുപോലെ ഈ ഒരു കാര്യവും എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതാ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ സൺഡേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ യങ് ജനറേഷൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കണം, ഒറ്റയ്ക്ക് ജീവിക്കണം, അവരുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്താൻ പാടില്ല, അവർക്ക് ആരെയും നോക്കാനുള്ള സമയമില്ല, അവർക്കൊരുപാട് വൈബ് വേണം. പോസിറ്റീവ് വൈബിനോട് ഒരുപാട് അമിതമായ ആഗ്രഹമാണ്. എപ്പോഴും അവരെ ആർക്കെങ്കിലും അവർക്ക് വൈബ് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വൈബ് കൊടുക്കുന്ന ഒരു കൂട്ടത്തിൽ മാത്രമേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വൈബിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ഈ യങ്സ്റ്റേഴ്സ്. ഇനി എൻ്റെ ഏജിലുള്ളവരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു, അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഒരു ജനറേഷൻ എവിടെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ എങ്ങനെയായിരിക്കും ഇനി ഭാവിയിലുള്ള അവരുടെ ജീവിത രീതി എന്നതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതിലും കൂടുതൽ യങ്സ്റ്റേഴ്സും ആഗ്രഹിക്കുന്നത് വൈബ് റിലേഷൻഷിപ്സ് ആണ്. അതായത് അവർക്ക് എപ്പോഴും വൈബ് വേണം, വൈബ് വൈബ് വൈബ്. അപ്പോൾ അവർ വൈബുള്ള ആൾക്കാരെ തേടി പോകാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാകും എന്നത് കണ്ടു തന്നെ ഇരിക്കുന്നു. അങ്ങനെ വൈബില്ലാത്തവരാണെങ്കിൽ അവർ പറയും, ഓ ആ പയ്യൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇവരുടെ കൂടെയൊക്കെ നമുക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും, അവരൊരു വര വരച്ച് വച്ചിട്ടുണ്ട്, ഓ എനിക്ക് ആ വരയിൽ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കാറാണ് പതിവ്.
പലപ്പോഴും അവർക്ക് ഫ്രീഡം കൊടുക്കാത്ത ഒരു ലൈഫിൽ അവർക്ക് നിൽക്കാൻ യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾക്കറിയാമോ, പണ്ടുള്ള ജനറേഷൻ, അതായത് എൻ്റെ കുഞ്ഞുകാലത്തും ഞങ്ങൾ പഠിച്ചു വന്നത് ഒരുപാട് വ്യത്യാസമായിരുന്നു. കാരണം നമുക്കന്ന് ഫോണില്ല, ടെലിവിഷനില്ല, ഇത്രയധികം സുഖസൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫിലൊരു വാല്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഹസ്ബൻഡും വൈഫുമായി കല്യാണം കഴിയുമ്പോൾ നമ്മൾ കൊടുത്തും വാങ്ങിയും ജീവിച്ചിരുന്ന നല്ലൊരു ജീവിതമുണ്ടായിരുന്നു. സ്നേഹത്തിനും സ്നേഹബന്ധങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമയമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ യാന്ത്രികമായിട്ട് വൈബിനും അതുപോലെ തന്നെ ഒരുപാട് സംസാരിച്ച് ആൾക്കാരെ വശപ്പെടുത്താൻ തരത്തിലുള്ള ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ഒക്കെ മാത്രം മതി. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചിലരാകട്ടെ ഒരുപാട് സംസാരിച്ച് ആൾക്കാരെ വീഴ്ത്താനുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട് അവരുടെ കയ്യിൽ, അല്ലേ? നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പലപ്പോഴും അവർക്ക് സംസാരിച്ച് ഒരു വളരെയധികം ഒരു വൈബുണ്ടാക്കാൻ മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ശരിക്കും നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ അവരുടെ ജീവിതത്തിലും അവരിതുപോലെ തന്നെ വൈബുള്ളവരായിരിക്കുമോ? ചിലരാകട്ടെ അങ്ങനെ വൈബുള്ളവരുമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വൈബിന് പുറകെ പോകുമ്പോൾ ഈ വൈബ് ഒരു സമയം നിന്നു പോവുകയാണെങ്കിൽ വേറൊരാൾക്ക് ഇയാളെ ഇഷ്ടപ്പെടണം എന്നില്ല, അല്ലേ? ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് ഇപ്പോൾ വൈബ് എപ്പോഴും അഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടും. പക്ഷേ ഒരു സമയം ഈ വൈബ് നിൽക്കുകയാണെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? ഇതാണ് ലൈഫിലും സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാകട്ടെ ആൺകുട്ടികൾക്കാകട്ടെ അവർക്കെപ്പോഴും ഇങ്ങനെ വിശാലമായി ഇങ്ങനെ നടക്കുക, പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ക്ഷമയോടുകൂടി ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാനോ കഴിയും എന്നത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പലർക്കും കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ അഥവാ റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആ റിലേഷൻഷിപ്പിനേക്കാളൊക്കെ ഉപരി വൈബിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരാണ്. നമ്മുടെ ഈ ഒരു ന്യൂ ജനറേഷൻ മക്കളുടെ കാര്യത്തിൽ ഒരു വിചിന്തനം നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം ആവശ്യമായി വന്നിരിക്കുകയാണ്. നമ്മുടെ മക്കൾ വലുതായി അവരൊരു കല്യാണപ്രായം എത്തുമ്പോൾ ഒരു ആണിനെ കിട്ടാനോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഒരു ആണിനെ കിട്ടാനോ ഒക്കെ വളരെയധികം പാടുപെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരുപാട് വൈബിൻ്റെയും ഒരുപാട് ആഡംബരത്തിനെയും പുറകെ പോകുമ്പോൾ നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുക. എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ പണ്ടത്തെ ആ ഒരു ജീവിത സാഹചര്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന വിചിന്തനത്തോടു കൂടി റീന, ബൈ.